വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നേരത്തെ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റികളും അപേക്ഷ വിളിച്ചെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതുവരെ വിളിച്ചില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്ന് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും, അതോടൊപ്പം തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുന്നതാണ്. അപ്പോൾ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജിക്ക് ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമലായിട്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ 3 യൂണിവേഴ്സിറ്റികളിലെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannuruniversity.ac.in ഏറ്റവും മുകളിൽ കാണുന്ന admission.kannuruniversity.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എഡ് അഡ്മിഷൻ 2025 ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി അതേപോലെ തന്നെ PG MCOM ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നാലാമതായിട്ട് എഡ് അഡ്മിഷൻ 2025 ആ ലിങ്ക് കാണാൻ സാധിക്കും. എഡ് അഡ്മിഷൻ ലിങ്ക് വഴി വിദ്യാർത്ഥികൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എഡ് അഡ്മിഷൻ്റെ ഒഫീഷ്യൽ അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി പേജിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കൂടെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ കൊടുക്കുവാൻ, അതായത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുവാനും അതേപോലെ എളുപ്പത്തിൽ അഡ്മിഷൻ അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഡ് അഡ്മിഷൻ ആപ്ലിക്കേഷൻ പേജ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ ജൂലൈ 7-ാം തീയതി വരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഡ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ജൂലൈ 7 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം. അതേപോലെ അപേക്ഷ ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 660 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ PWBD വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, 600 രൂപ അല്ലെങ്കിൽ SC/ST 300 രൂപയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അതായത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഹോം പേജിൽ നിങ്ങൾക്കൂടെ പ്രോഗ്രാംസ് അതേപോലെ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ട്സ് അതേപോലെ എല്ലാ കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് പ്രോഗ്രാംസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഓരോ പ്രോഗ്രാമും അതായത് നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാംസാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ളത് നമുക്ക് ഒന്നാമതായിട്ട് നോക്കാം. അതായത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഇംഗ്ലീഷ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് മലയാളം, ഹിന്ദി, അറബിക്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, കന്നഡ, സംസ്കൃത്, ഉറുദു ഇത്രയും സബ്ജക്റ്റിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ളത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഹിന്ദിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ജസ്റ്റ് ഹിന്ദി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിന്ദിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അത് നോർമൽ എല്ലാ ഡിഗ്രിക്കും മിനിമം 50% മാർക്കാണ്. SC/ST വിഭാഗക്കാർക്ക് അതേപോലെ OBC വിഭാഗക്കാർക്ക് ജസ്റ്റ് ഇളവുള്ളത് മാർക്കിലെ ഇളവിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 50% മാർക്കോട് ഡിഗ്രിയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജിൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ഒന്നാമത് കാണാൻ സാധിക്കും ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഗവൺമെൻറ് ആണ്. അതേപോലെ രണ്ടാമത്തത് തളിപ്പറമ്പുള്ള കോളേജ് എയ്ഡ്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ പഠിക്കാൻ സാധിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഫീസ് കൊടുത്ത് പഠിക്കണം. ഈ വ്യത്യാസം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യത്യാസം വെച്ചാൽ നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ എത്ര കോളേജുകളുണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റുകൾ അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൽ എത്ര കോളേജുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അപേക്ഷയിലോട്ട് പോകാം. ഇനി ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ മാത്തമാറ്റിക്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മാത്തമാറ്റിക്സ് ടോട്ടൽ 13 കോളേജാണ് മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ താരതമ്യേന നോക്കുകയാണെങ്കിൽ കോളേജുകൾ സീറ്റുകൾ കുറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. എന്നാലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലൊരു യൂണിവേഴ്സിറ്റി കൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പേപ്പർ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എയ്ഡ് അതേപോലെ തന്നെ അതിന് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണ് സെൽഫ് ഫിനാൻസ്. അത് അൺഎയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് സെമസ്റ്റർ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജസ് ആണ്. ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് പ്രോസ്പെക്ട്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് വീണ്ടും ഹോം പേജിലോട്ട് വന്ന് ഇനി എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും നോക്കാം. അപ്പോൾ അതായത് അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഹോം പേജിലോട്ട് വന്ന് ജസ്റ്റ് താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒന്നാമതായിട്ട് നിങ്ങളുടെ SLC ബുക്കിൻ്റെ കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക. അതേ രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ കൊടുക്കുക. നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തന്നെ ഉറപ്പ് വരുത്തുക. ജെൻഡർ സെലക്ട് ചെയ്യുന്നു. ആധാർ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് സ്വാഭാവികമാണ്. പാസ്വേഡ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് പലപ്പോഴും പറഞ്ഞതുപോലെ
sawad@123 അത് എസ് ക്യാപ്സിലോട്ട് കൊടുക്കുന്നു. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ജസ്റ്റ് പാസ്വേഡ് കൊടുക്കുന്നു. അത് വീണ്ടും കൺഫേം ചെയ്യുന്നു. സെലക്ട് ഫീ കാറ്റഗറി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്താണ് SC/ST ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ 660 അല്ല 300, SC/ST ആണെങ്കിൽ അത് ജനറൽ വിഭാഗമാണ് 600. ആ രീതിയിൽ ഫീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് വെച്ച് വിദ്യാർത്ഥികൾ വീണ്ടും സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നമുക്ക് സൈൻ ഇൻ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ്, അതേപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ, അത് ഓപ്ഷൻസ് കൊടുക്കൽ, ഫൈനൽ കൺഫർമേഷൻ, ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിലുള്ളത്. അപ്പോൾ അതിനായിട്ട് പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേ, അത് UPI മെത്തേഡ് വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ 600 രൂപ അതേപോലെ 300 രൂപ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് നേരത്തെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ്. ഇപ്പോൾ നോർമൽ സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നേരത്തെ നിങ്ങൾ കാലിക്കറ്റ് MG കേരള അതേ രീതിയിലുള്ള ആ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ആണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഏതാണ് യൂണിവേഴ്സിറ്റി, അതിന് ഗ്രേഡാണോ അല്ലെങ്കിൽ മാർക്കാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനലി നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ മറ്റൊരു യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് താരതമ്യേന ഒട്ടുമിക്ക കോളേജുകളും ആകെ 7-8 കോളേജുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി എല്ലാ ഓപ്ഷൻസും നിങ്ങൾ അതായത് കോളേജസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അൺഎയ്ഡൊക്കെ അതായത് അൺഎയ്ഡ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കുക. അതിന് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഗവൺമെൻറ് എയ്ഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് ഓപ്ഷൻസ് കൊടുത്ത് ഫൈനലി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി BEd അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും കഴിയും. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ചെയ്യുകയാണ് PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു പ്രിൻ്റ് ഔട്ട് പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. അതുകൊണ്ട് ഈ പറയുന്ന PDF നിങ്ങൾ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഘട്ടത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ തന്നെ മറ്റു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നതിന് വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രൊവിഷൻ റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഈ ഒരു പ്രൊസീജിയറാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിൽ ആ ഒരു സിസ്റ്റം വിദ്യാർത്ഥി പ്രത്യേകം വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായ രീതിയിൽ ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അതിനുശേഷം ബാക്കിയുള്ള ഓരോ സ്റ്റേജിലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.